ഹലോ ഗായ്സ്, വെൽക്കം ടു ഡൂഡ്ൽ ആൻഡ് ക്രാഫ്റ്റ്. അപ്പോൾ ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റിൻ്റെ തേർഡ് പാർട്ട് വീഡിയോ ആണ് കേട്ടോ ഇത്. ആദ്യം ഒരു ക്യൂട്ടായിട്ടുള്ള പെൻ ചെയ്തെടുക്കാം. അപ്പോൾ 1.5 സെൻറ്റിമീറ്റർ ബ്രിഡ്ത്തുള്ള ഒരു കട്ടിയുള്ള പേപ്പർ എടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറിലുള്ള കട്ടിയുള്ള പേപ്പർ എടുക്കാം. അതല്ലെങ്കിൽ ഞാൻ ചെയ്ത പോലെ ആദ്യം വൈറ്റ് പേപ്പർ വെച്ചിട്ട് ചെയ്യുക, എന്നിട്ട് ശേഷം കളർ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്താൽ മതി. ആ കട്ടിയുള്ള പേപ്പർ ബോട്ടിലിൻ്റെ ഒരു അടപ്പ് വെച്ചിട്ട് ഇതുപോലെ റൗണ്ട് ചെയ്തെടുത്തിട്ട് സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് എടുക്കുക. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ഫെവി ബോണ്ട് ഗമ്മ് വെച്ചിട്ട് ഞാൻ പശ തേച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫെവി ബോണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്ലൂ ഗണ്ണും യൂസ് ചെയ്യാം കേട്ടോ. ഇത് ഒട്ടിക്കൽ കഴിഞ്ഞാൽ അതിനകത്തായിട്ട് നിങ്ങൾക്ക് ബീഡ്സും നിങ്ങളുടെ അടുത്തുള്ള സീക്വൻസും ഒക്കെ നിങ്ങൾക്ക് ഫില്ല് ചെയ്ത് വെക്കാം. അതിന് മുന്നായിട്ട് ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൻ്റെ ബാക്കി വരുന്ന ഭാഗം കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. സീക്വൻസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട കളർ പേപ്പർ വെച്ചിട്ട് നേരത്തെ പറഞ്ഞ പോലെ കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് എനിക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാം കേട്ടോ. എന്നിട്ടത് മാറ്റി വെക്കുക. അപ്പോൾ ഈ ഒരു കളർ പേപ്പർ തന്നെ ആയിരിക്കണം നമ്മൾ പെന്ന് ചെയ്യുമ്പോഴും ടോപ്പ് ചെയ്യുമ്പോഴും എടുക്കേണ്ടത് കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി കിട്ടുക. ഇനി ആ സെയിം പേപ്പറിൽ തന്നെ ഞാനൊരു ബട്ടർഫ്ലൈൻ്റെ ഔട്ട്ലൈൻ വരച്ചിട്ട് അത് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ക്രയോൺ വെച്ചിട്ട് അതിനെ ഷെയ്ഡ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വീട്ടിൽ കാണുന്ന പോലെ അതിനൊന്ന് മടക്കിയിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബീഡ്സിൻ്റെ സംഭവത്തിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി പേന ഉണ്ടാക്കാനുള്ള പേപ്പർ എടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് എന്തെങ്കിലുമൊക്കെ ഡിസൈൻ വരച്ചു കൊടുക്കുക. ഞാൻ ബട്ടർഫ്ലൈ തന്നെയാണ് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് തന്നെ വരച്ചു കൊടുക്കാൻ പറ്റും. കൂടുതലായിട്ട് മെനക്കെടേണ്ട പരിപാടിയൊന്നുമില്ല. അപ്പോൾ ആ പേപ്പർ ഫുള്ളായിട്ട് വരച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ കുറച്ച് ഭാഗം വരച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇതിന് പേനനെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ പേപ്പർ ഒന്ന് മറിച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചിത്രം വരക്കാത്ത സൈഡിലായിട്ട് ടേപ്പോ അല്ലെങ്കിൽ ഗമ്മോ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ റോൾ ചെയ്ത് കൊടുക്കുക. അവസാനം സെയിം മെത്തേഡ് അപ്ലൈ ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് ഒരു പീസ് ഓഫ് പേപ്പർ എടുക്കുക. എന്നിട്ട് ആ പേനിൻ്റെ മുകളിലായിട്ട് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്യുക. എന്നിട്ട് അതുപോലെ വലിച്ചെടുത്തിട്ട് അതൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ അത് ടോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഗം അപ്ലൈ ചെയ്തിട്ട് നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഡെക്കോറിൻ്റെ സാധനം മുകളിലായിട്ട് ഒട്ടിച്ച് കൊടുക്കുക. ഞാൻ ടേബിൾ ഡെക്കോർ അളകുന്നത് നിങ്ങൾ നോക്കണ്ട. ഇവിടെ ഭയങ്കര കാറ്റും മഴയൊക്കെ ആയിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ പെന്ന് റെഡി ആയിട്ടുണ്ട്. കുറഞ്ഞ സമയം കൊണ്ട് ഒരു അടിപൊളി പെന്നിനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുത്തിട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. സ്കൂളൊക്കെ തുറക്കുമ്പോൾ എല്ലാവർക്കും ഒരുപോലെയൊക്കെ ആയിട്ട് കൊണ്ടുവരാൻ പറ്റും. നല്ല അടിപൊളിയാണ്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യാം. ഇതിൻ്റെ ലൈറ്റ് ബ്ലൂ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ നമ്മുടെ ചാനലിൽ ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ടുള്ള പാർട്ട് 1ഉം പാർട്ട് 2ഉം ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും കണ്ടു നോക്കുക. അതിൽ അടിപൊളി ക്രാഫ്റ്റ്സ് ഒക്കെ ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ഒരു ടൈം ടേബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് സ്കൂൾ തുറക്കുമ്പോൾ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ. സ്കൂൾ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡെയിലി പ്ലാനറൊക്കെ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ്. ആദ്യം ഒരു കട്ടിയുള്ള പേപ്പർ എടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് സ്കെയിൽ യൂസ് ചെയ്യാതെ കൈ വെച്ചിട്ട് തന്നെ നമ്മളിങ്ങനെ ബോക്സ് ഒക്കെ വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ കോർണറിലായിട്ട് ഡേയും ടൈമും എഴുതി കൊടുക്കുന്നുണ്ട്. റൈറ്റ് സൈഡിലായിട്ട് ടൈമും താഴേക്കായിട്ട് ഡേയും ആണ് എഴുതി കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെട്ട കളറൊക്കെ അടിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു പിങ്ക് കളറാണ് അടിച്ചു കൊടുക്കുന്നത്. പിന്നെ സ്ട്രോബെറി തീം ടൈം ടേബിൾ ആയതുകൊണ്ട് തന്നെ ഹെഡിങ് എഴുതാനുള്ള ഗ്യാപ്പ് വിട്ടതിൻ്റെ അവിടെയായിട്ട് ഞാൻ സ്ട്രോബെറീസ് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ജസ്റ്റ് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബ്രഷ് പെൻ വെച്ചിട്ടാണ് കളർ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിലുള്ള സീഡ് പോലത്തെ സംഭവം പെയിൻറ്റ് കൊടുക്കാനായിട്ട് ഞാൻ അക്രിലിക് പെയിൻ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ അടുത്തുണ്ടായിരുന്ന കുറച്ച് സ്ട്രോബെറിയുടെ സ്റ്റിക്കേഴ്സ് അവിടെ ഇവിടേക്കായിട്ട് ഒട്ടിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ടൈം ടേബിൾ 2025 എന്നും കൂടെ എഴുതി കൊടുത്തു കേട്ടോ. പിന്നെ ആ ടൈം ടേബിളിൻ്റെ മുകളിലായിട്ട് സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുക. ഞാൻ സെല്ലോ ടേപ്പ് ഒട്ടിച്ചപ്പോൾ കുറച്ച് ബബിൾസ് ഒക്കെ കയറിയിട്ടുണ്ടായിരുന്നു. സെല്ലോ ടേപ്പ് ഒട്ടിക്കുന്നത് നമുക്കിത് എന്നും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇതിൽ എന്തെങ്കിലുമൊക്കെ എഴുതി കഴിഞ്ഞാൽ നമുക്കത് മായ്ക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം കേട്ടോ. നെക്സ്റ്റ് ഒരു പൗച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യമായിട്ട് അതിനൊരു ബോട്ടിലിൻ്റെ ഹാഫ് പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പൗച്ചിൻ്റെ നീളം കൂട്ടണം എന്നുണ്ടെങ്കിൽ ബോട്ടിലിൻ്റെ 3/4 പോർഷനൊക്കെ എടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ വരയിട്ട് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ വലിയതായിട്ട് കട്ട് ചെയ്യണം കേട്ടോ. അപ്പോഴാണ് ഒന്നുകൂടി തുറക്കാനൊക്കെ സുഖമായിട്ടുണ്ടാവുക. ഞാൻ കട്ട് ചെയ്തതിനെക്കാട്ടിലും കുറച്ചും കൂടി വലിയ സൈസിൽ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ടൊരു സിബ് എടുക്കുക. ഫെവി ബോണ്ട് വെച്ചിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. 2 കാർഡ്ബോർഡ് എടുക്കുക. കാർഡ്ബോർഡ് എടുക്കുമ്പോൾ അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് ബോട്ടിൻ്റെ അടിഭാഗത്ത് സെയിം അളവായിരിക്കണം കേട്ടോ. എന്നിട്ട് ഒരു ഇഷ്ടപ്പെട്ട കളർ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുക. എന്നിട്ടത് ഫെവി ബോണ്ട് വെച്ചിട്ട് 2 സൈഡിലും ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണം. പിന്നെ ബോട്ടിലിൻ്റെ അകത്തായിട്ട് കുറച്ച് സിബ് വെറുതെ കിടക്കുന്നുണ്ടാവും. അത് വേണ്ടവർക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ. നെക്സ്റ്റ് ഇതിനൊന്ന് കവർ ചെയ്തെടുക്കണം. ഞാൻ യെല്ലോ കളർ പേപ്പർ എടുത്തിട്ട് ഡബിൾ സൈഡ് ടാപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഡബിൾ സൈഡ് ടാപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പശ എടുക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ കവർ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്യണമെന്നില്ല. ജസ്റ്റ് ഒരു റിബൺ വെച്ചിട്ട് ഒരു സൈഡിൽ ബോ വെച്ചിട്ട് കെട്ടി കൊടുക്കുന്നുണ്ട്, ഒരു സൈഡിൽ ബോ ഇല്ലാതെ കെട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പൗച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എനിക്കിതിൽ ഹൈലൈറ്റേഴ്സ് ഒക്കെ ഇടാൻ പറ്റുള്ളൂ. കാരണം ഞാൻ ഹാഫ് പോർഷൻ ഓഫ് ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ 3/4 ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്ലാതെ ഇടാൻ പറ്റും കേട്ടോ. ആ കാർഡ് ബോർഡിൻ്റെയും ബോട്ടിലിൻ്റെയും എഡ്ജ് ഒന്ന് കവർ ചെയ്യാനാണ് ഞാൻ റിബൺ യൂസ് ചെയ്തിരിക്കുന്നത്. റിബൺ ഇല്ലാത്തൊരു നോർമൽ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്താൽ മതി. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ.
അപ്പോൾ നെക്സ്റ്റ് ഒരു മിനി വാലറ്റാണ്. അപ്പോൾ നമുക്ക് ബസ്സിൻ്റെ പൈസയും അല്ലെങ്കിൽ ടീച്ചർക്ക് കൊടുക്കാനുള്ള പൈസയൊക്കെ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന ഒരു മിനി വാലറ്റാണ്. ഞാനിവിടെ കളർ പേപ്പർ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതുണ്ടാക്കുമ്പോൾ കുറച്ച് കട്ടിയുള്ള കളർ പേപ്പർ അല്ലെങ്കിൽ ചാർട്ട് പേപ്പറൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഈ ഒരു വാലറ്റ് നമുക്ക് പോക്കറ്റിലൊക്കെ ക്യാരി ചെയ്യാനായിട്ട് സുഖമാണ് കേട്ടോ. അപ്പോൾ പേപ്പർ എടുക്കുക, എന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലെയൊക്കെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഫോൾഡ് ചെയ്യുന്നത് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ. പിന്നെ കാണുമ്പോൾ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മടക്കുന്ന പോലെയൊക്കെ തോന്നുമെങ്കിലും ചെയ്ത് നോക്കുമ്പോൾ ഭയങ്കര സിമ്പിളാണ്. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ഞാനിപ്പോൾ ഫോൾഡ് ചെയ്യുന്നത് 1 സെൻറ്റിമീറ്റർ എടുത്തിട്ടാണ് ഇങ്ങനെ മടക്കി കൊടുക്കുന്നത്. 2 സൈഡും അങ്ങനെ മടക്കി കൊടുത്തിട്ട് ഗ്ലൂവോ അല്ലെങ്കിൽ ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. ഒട്ടിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് പൈസയോ അല്ലെങ്കിൽ റെസിപ്റ്റോ അങ്ങനെ എന്ത് വേണമെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാം. എന്നിട്ട് അതിനൊന്ന് ക്യൂട്ടാക്കി എടുക്കാനായിട്ട് ഞാൻ 2 കോയിൻസ് വെച്ചിട്ട് സർക്കിൾ വരച്ചു കൊടുത്തു. എന്നിട്ട് അതിനുള്ളിലായിട്ട് ബ്ലാക്ക് മാർക്കർ വെച്ചിട്ട് കളർ ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പേപ്പർ വെച്ചിട്ട് 2 വലിയ സർക്കിളും 2 ചെറിയ സർക്കിളും കട്ട് ചെയ്തെടുത്തിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ കണ്ണിനകത്തായിട്ട് അതുപോലെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ഡെക്കറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് ബോർഡറിലൂടെയൊക്കെ ആയിട്ട് കുഞ്ഞു കുഞ്ഞു വരയൊക്കെ ആയിട്ട് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ ആ മെത്തേഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ ക്രാഫ്റ്റ്സും കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളാണെന്നുണ്ടെങ്കിലും ഭയങ്കര ഭംഗിയായിട്ടും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ക്രാഫ്റ്റൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനിയും ഇങ്ങനത്തെ വീഡിയോസൊക്കെ എന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്യുന്നേക്കാരം. ഇഷ്ടമായി കഴിഞ്ഞാൽ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. എല്ലാവരും ഒരുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കുക. ആൻഡ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ തന്നെ സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ അത് പ്രത്യേക തരം സന്തോഷമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വാലറ്റിൻ്റെ ഫൈനൽ ലുക്ക്. ആൻഡ് നമ്മുടെ ചാനൽ ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റിൻ്റെ 3 പാർട്ട് വീഡിയോ വന്നിട്ടുണ്ട്. എന്തായാലും ഒന്നാമത്തെ രണ്ടാമത്തെ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. നല്ല അടിപൊളി ക്രാഫ്റ്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നും പറയുന്ന പോലെ ചാനലും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ ഒക്കെ ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.